അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാ സിനി ഫൈൽസും ഇന്ന് ട്രെയിലർ ഡേ ആണെന്ന്. ആരുടെ ട്രെയിലർ? തലവരുടെ ട്രെയിലർ, ലോകേഷിൻ്റെ ട്രെയിലർ, കൂലിയുടെ ട്രെയിലർ. സോ അത് കറക്റ്റായിട്ട് 7 മണിക്ക് വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ട്രെയിലർ, ഒട്ടും അമാന്തിക ട്രെയിലർ കാണാം. ഇതിൻ്റെ നമുക്ക് സംസാരിക്കാം. பிறந்த உடனே அவன் எவன் கையில சாகுனான்னு நெத்தில எழுதிருக்கிறேன்னு நாகார்ஜுன சொன்னானோ. ஒரு மனுஷன் இந்த உலகத்திலிருந்து ட்ரேஸே இல்லாம தூக்க முடியும் தெரிஞ்சா it can be a disaster. எனக்கு என்னமோ இந்த நெட்வொர்க்கால மட்டும் அவனுக்கு பெரிய ஆளான மாதிரி தெரியும். அவனை ஒழுங்குல வேற ஏதோ ஒன்று பெருசா பண்றாங்க சார். இங்கே கபாலாலைக்கு நான் ஒரு பெரிய எனக்கு தேவை அந்த ஒரு குழி, அந்த ஒத்த குழி. முப்பது வருஷமா ഓ റെഡ് സൂപ്പർ സ്റ്റാർ റെഡിലാണല്ലോ. സൂപ്പർ സ്റ്റാർ ഇതല്ലേ അല്ലേ അവള്? ഓ ഉപ്പി ഇപ്പം എത്ര മോനെ யாரும் இல்லாம தனியா வாழ்ந்து பழகிட்டீங்க. அவர் உங்களுக்கு வெறும் ஃப்ரெண்டு தான், எங்களுக்கு அப்பா. சூப்பர். அவன் உங்களுக்கு அப்பாவா இருக்கலாம், ஆனா அவன் எனக்கு நண்பன். ശ്രീനാഥൻ இந்த தேவா பத்தி தெரிஞ்சிருந்தோ எங்கிட்டயே விளையாடிருக்கேன். ഓ മറ്റേ പഴയ ഇത് FDFS ആണോ? തിയേറ്റർ കത്തിക്കാനുള്ള കുഴപ്പമുണ്ട്. അതെ. ഇപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ വാർ 2 വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇങ്ങനെ പോസ്റ്റിൽ മറ്റേ തെലുങ്കുമാരൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അതായത് മറ്റേ NTR ഫാൻസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അതായത് ലോകേഷ് കനകര അതിനോട് റിക്വസ്റ്റ് ചെയ്യുന്നു, അതായത് കൂലി മാറ്റി വെക്കണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാർ 2 കൂടെ ഇറക്കിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷേ വാർ 2 ഇതിൻ്റെ കൂട്ടത്തിൽ കാര്യമില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇത് ഡെഫിനറ്റ്ലി ഇത് സ്കോർ ചെയ്യും എന്ന് ഉറപ്പാണ്. പക്ഷെ നോർത്തിൽ വാർട്ടുകൾ കുറച്ച് ഉണ്ടായിരിക്കും. അതെ, ഇവിടെയാണെങ്കിലും തമിഴ്നാട്ടിലും ഒക്കെ ആണെങ്കിലും നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ ആണല്ലോ വാർട്ട് എപ്പോഴും. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു ഇത് ഡെഫിനറ്റ്ലി ഒരു ബാങ്കർ ഐറ്റം ആയിരിക്കും. പവർ ഹൗസ്. പിന്നെ മ്യൂസിക് ഇപ്പോൾ ട്രെയിലറിലാണെങ്കിലും മ്യൂസിക് ഭയങ്കര ഇപ്പം ഇറങ്ങിയത്, ഇപ്പം അതിൻ്റെ ഓഡിയോ ലോഞ്ച് കഴിഞ്ഞു. അതിനകത്ത് കുറച്ച് 2-3 നല്ല അടിപൊളി ട്രാക്ക് വന്നിട്ടുണ്ട്. സോ അതെല്ലാം അടിപൊളി പരിപാടികളാണ്. സോ ഉറപ്പായിട്ടും അടിച്ചിരിക്കും. പക്ഷേ ഞാൻ കരുതി അമീർ ഖാൻ അവസാനം കാണിക്കത്തുള്ളൂ. അറിയാം, പക്ഷേ ഈ ട്രെയിലറിനകത്ത് മറ്റേ പുള്ളി മറ്റേ ഫൈറ്റിംഗ് സീക്വൻസ് ആണ് വരുന്നത്. അത് തന്നെ, അതായത് പുള്ളി ഓൾറെഡി ഇപ്പം പോസ്റ്ററിലാണല്ലോ എല്ലാത്തിനും വന്നല്ലോ. ഇനിയിപ്പോൾ പുള്ളി ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. പിന്നെ ഇവർ ഈ ട്രെയിലറിനകത്തൊന്നും ഈ പടത്തിൻ്റെ കഥാപരമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും സംഭവങ്ങളൊന്നും അധികം റിവീൽ ചെയ്യാത്ത പോലെ മാക്സിമം ഇതിനകത്ത് കുറച്ചധികം ഷോർട്സ് യൂസ് ചെയ്യേണ്ടി ഒരു പരിപാടി കാണിച്ചിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്റർ വന്നിരിക്കുന്നവർക്ക് കഥാപരമായിട്ട് എനിക്ക് തോന്നുന്നു ഇത് ഒരു റിവെഞ്ച് ഫിലിം അവനാണ് ചാൻസ് എന്ന് തോന്നുന്നു. കാരണം ഇതിൽ ആ തലവർ പറയുന്നുണ്ടല്ലോ, അവൻ എനിക്ക് നൻപൻ. അപ്പോൾ ഈ നൻപനെ കൊന്നതിന് റിവെഞ്ച് എടുക്കാൻ പറ്റുന്ന തലവരാവാം.
അപ്പോൾ ശ്രുതിഹാസൻ പറയുന്നുണ്ട് അവർ നിങ്ങൾക്ക് നൻപനാണെങ്കിലും എനിക്ക് അപ്പനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് മേ ബി ആ നൻപൻ ഉപ്പി ആവാനാണ് ചാൻസ്. ഉപേന്ദ്ര ഫ്ലാഷ് ബാക്ക് ഉപേന്ദ്ര ആവാനായിരിക്കും ചാൻസ്. മറ്റേ ഉപേന്ദ്ര സീനിൽ തന്നെ പുള്ളി മറ്റേ കൂലി ഡ്രസ്സ് കിട്ടി അത് തന്നെ. അപ്പോൾ അത് ഉപേന്ദ്രയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം ഉപേന്ദ്രയ്ക്ക് വേണ്ടി റിവെഞ്ച് എടുക്കാൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തും ഫാമിലിയൊക്കെ വരുന്ന ടൈപ്പ് ഓഫ് പടം. കഥയിൽ കാര്യമില്ല, കാര്യം ഇത് ലോകേഷിൻ്റെ പടമാണ്. ഇത് കഥയിലല്ല, അതിൻ്റെ ഒരു മേക്കിങ്ങും അതിൻ്റെ ഒരു ഹോൾ സെറ്റിങ്ങിനുമാണ് രസം. അത് തിയേറ്റർ പടം. തലവരെ സ്റ്റാർട്ടിങ് ടു എൻഡ് വരെയും തലവർക്ക് വേണ്ടിയും അല്ലെങ്കിൽ എല്ലാവർക്കും, തലവർ മാത്രമല്ല. ഇപ്പോൾ നാഗാർജുന വില്ലനായിരിക്കും, നാഗാർജുന വില്ലനാണെന്നാണ് പറയുന്നത്. അപ്പോൾ വില്ലന് വേണ്ടി ഇത്രയും അപ്പോൾ ആ വില്ലന് എല്ലാ ക്യാരക്ടർ സത്യരായനും ഉൾപ്പെടെ കൈയ്യടി കിട്ടുന്ന പരിപാടിയായിരിക്കും. എല്ലാവർക്കും കൈയ്യടിയുള്ള കടിക്കാനുള്ള സംഭവങ്ങളുണ്ടാവും പടത്തിൽ. മൊത്തത്തിലൊരു ഫെസ്റ്റിവൽ എന്താ പറയുക, അതെ ഫീസ്റ്റാണ്. തലവർ അഴിഞ്ഞാട്ടമായിരിക്കും പടത്തിൽ. പിന്നെ ഈ ട്രെയിലറിനകത്ത് തലവരുടെ പരിപാടികൾ, തലവർ ഇപ്പോൾ ഡയലോഗൊക്കെ തന്നെ ഭയങ്കര, കാരണം എല്ലാവർക്കും നല്ല സ്പേസ് കൊടുത്താണ് ട്രെയിലർ കട്ടിയിരിക്കുന്നത്. അതായത് തലവരുടെ ഒരു ഫുൾ ഫേസും എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ ആ വൈബിലല്ല ഒരു ട്രെയിലർ കട്ടിയിരിക്കുന്നത്. എല്ലാ ക്യാരക്ടേഴ്സിനും തലവരെ കാണിക്കുന്ന ട്രെയിലർ ഇറങ്ങി ആദ്യമായിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു മൾട്ടി സ്റ്റാർ പടമാണ്. അതായത് ഇങ്ങനെ ഒരു തലവർ ഷോ എന്ന് കംപ്ലീറ്റ്ലി തലവർ ഷോ മാത്രമെന്ന് പറയാൻ പറ്റത്തില്ല. വരുന്ന പോകുന്ന എല്ലാവർക്കും എന്താ ഉള്ള സ്പേസ് ഉറപ്പായിട്ട് ഈ പടത്തിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഓഗസ്റ്റ് 14 FDFS ഞങ്ങൾ ഫാൻ ഷോ 6 മണിക്ക് ഫാൻ ഷോ കാണുന്നതായിരിക്കും. സോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കൂലി കണ്ടിട്ട് ഞങ്ങൾ അതിൻ്റെ റിവ്യൂ ഞങ്ങൾ അതിൻ്റെ ഡിസ്കഷനായിട്ട് വരുന്നതായിരിക്കും. വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ഡിസ്കഷനായിട്ട് വരുന്നതായിരിക്കും. സോ പടം ഒരിക്കലും ഡിസപ്പോയിൻ്റ് ആകത്തില്ല. ഇല്ല, കാരണം ലോകേഷ് പറഞ്ഞു ഈ പടം ഇച്ചിരി എമോഷണൽ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കുറച്ച്. ഇപ്പോൾ തലവരെ കാണിക്കുമ്പോൾ തലവർ കുറച്ച് ഭയങ്കര എനർജറ്റിക് ലൈനിലല്ല പുള്ളി, കുറച്ച് ഇങ്ങനെ ഒരു ഇമോഷണൽ ലൈൻ. ലാസ്റ്റ് ഒരു ഷോട്ടിൽ ഇങ്ങനെ പുള്ളി എന്തോ ഇങ്ങനെ ഒരു ഫൺ പരിപാടി കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി ആ ഇമോഷണലി ഡ്രിവൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടായിരിക്കും പുള്ളിയുടെ ക്യാരക്ടർ. സോ നമുക്ക് ഏതായാലും സിനിമ വരട്ടെ, നമ്മൾ വെയിറ്റിംഗ് ആണ്. വെയിറ്റിംഗ്